ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആദ്യം തന്നെ ഇന്ത്യയിലേക്ക് PS5 Pro ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുമെന്നുള്ളൊരു ഹാപ്പി ന്യൂസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമ്മളൊരു വലിയ ഹ്യൂജ് അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ തുടങ്ങുന്നതിന് മുമ്പ് PS5 Pro വന്നിട്ട് സ്റ്റിൽ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ഇത് 2024 നവംബറിലെ ഇത് ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്ത സോണിയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതെന്തുകൊണ്ട് അന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തില്ല എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ Wi-Fi 7 ഇന്ത്യയിൽ അന്ന് 6 GHz ബാൻഡ് ഇല്ലാത്തതിനാലാണ് ഈ പറയുന്ന വേരിയന്റ് ഇന്നും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തത്, ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളൊരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് ആ ഒരു സ്പെക്ട്രം അപ്രൂവ് ചെയ്യാനുള്ള പ്രോസസ്സ് തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെ BIS സർട്ടിഫിക്കേഷനിൽ PS5 Pro ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഉടനെ തന്നെ ഒഫീഷ്യലി ഇത് ഇന്ത്യയിൽ അവൈലബിൾ ആയി തുടങ്ങും. സോ ഫസ്റ്റ് ആദ്യമേ തന്നെ നമുക്ക് ഇതിന്റെ ബോക്സിൽ നിന്ന് തുടങ്ങാം. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് എഡിഷൻ ആണ്. ഭയങ്കര ചെറിയൊരു ബോക്സ് ആണ്. PS5 Proന്റെ വന്നിട്ട് കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഒരു ഹ്യൂജ് ഡിഫറൻസ് ബോക്സിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന സാധനം എന്താണ്ട് ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ തൂക്കിയെടുക്കുക. സൈഡ് ബൈ സൈഡ് നോക്കി കഴിഞ്ഞാലും ഇത് കണ്ടോ, ഇത് ഇത്രയുണ്ട്, ഇത് വന്നിട്ട് ഇത്രയുണ്ട്. വെയിറ്റിലും ആ പറയുന്ന ഒരു സാധനം നല്ല അത്യാവശ്യം നല്ല ഹെവി വെയിറ്റ് ആണ് ഈ സാധനം. ഇത് വന്നിട്ട് 1 TB വേരിയന്റ് ആണ്. PS5 Pro വരുന്നത് 2 TB വേരിയന്റിലാണ്. എന്തായിരിക്കും വേറെ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയാൽ എന്തോ. ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. തറ പോകുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു. ഇതിൽ വേറൊരു സംഭവമുണ്ട്, കാണിച്ചു തരാം. അത് ഇതിൻ്റെ ബോക്സ്, ഇതിൻ്റെ അൺബോക്സിങ് തന്നെ ഒരു ബ്രഹ്മാണ്ഡ ലെവലാണ്. ആടാ മോനെ, അയ്യോ ശേ, സിമ്പിൾ ഇപ്പുറത്താണ് കണ്ടാ. എവിടെടാ ഇത് തുറക്കുന്നേ? ഏലെന്നാണോ? ഇതേമാതിരി തന്നെ അതും കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. നീ ഈ പെട്ടിക്കകത്ത് വേറൊരെണ്ണം വരും, ഇതേ കണക്കത്തൊരു പെട്ടി വരും, അതിനകത്താണ് സാധനം ഇരിക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ ഇത് അതിൻ്റെ 2 ക്ലാമ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് സൈഡ് കരിച്ചാണ്ട് ഇങ്ങനെയും വെക്കാം, വേണമെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് വെർട്ടിക്കലായിട്ടും വെക്കാം, ഹോറിസോണ്ടലായിട്ടും വെക്കാം. അപ്പോൾ ഹോറിസോണ്ടലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് 2 ക്ലിപ്പ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു ഗെയിമിംഗ് PC ഒക്കെ ആണെങ്കിൽ നമ്മൾ ചടങ്ങാണ്. ഇതിൽ വേറൊന്നും കാണത്തില്ല. അതാണ്ട് ഈ പറയുന്ന ക്ലാമ്പും കാണും, ഈ പറയുന്ന വയറും കാണും, ഇനി ഒരു HDMI കേബിളും വരാനുണ്ട്. ഇതായിരിക്കും ഇതെന്തരടേ. ഇത് HDMI കേബിളല്ല, ഇത് നമ്മുടെ കൺട്രോളറൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഒരു HDMI കേബിൾ വരും, അതുപോലെ തന്നെ Type C കേബിൾ വരും, കൺട്രോളർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡിൻ്റെ കൺട്രോളറാണ്, അതിൽ കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇതെന്താ, ഇത് കൺട്രോളർ സാധാ നോർമൽ കൺട്രോളർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇത് സ്റ്റാൻഡേർഡിൻ്റെ കൺട്രോളറാണ്, ഐഡൻറ്റിക്കൽ, ഒരു വ്യത്യാസവും ഇല്ല. മാറിപ്പോകാൻ എന്തോ എന്നാലും ഇരിക്കട്ടെ. PS5 Proയിൽ ഗെയിം കളിക്കുമ്പോൾ പ്രോയുടെ കൺട്രോളർ തന്നെ ഇട്ട് കളിക്കാൻ പറ്റില്ല, കാര്യമൊന്നും ഇല്ല, എന്നാലും ഇരിക്കട്ടെ, മാറ്റി വെച്ചേക്കാം. ഇത് കൊള്ളാം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലാപ്പ് നമ്മൾ ഇങ്ങനെ പൊക്കണം. ഓ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ സാധനം ഇരിക്കുന്നത്. ഇത് ബുക്കും പേപ്പറൊക്കെയാണ്. ഓ മൈ ഗോഡ് ഡാം. 2 പെട്ടിയായി. ഇത് കണ്ട, നമ്മൾ മുട്ടയൊക്കെ നമ്മൾ വയ്ക്കത്തില്ലേ, മുട്ടയൊക്കെ നമ്മൾ ഒരു സാധനം ഉണ്ടല്ലേ റാക്ക് കണക്ക് വരുന്നത്, അത് വെച്ച് പൊതിഞ്ഞൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് തുണി പറിച്ചടി നടക്കാം. മുട്ടത്തോടൊക്കെ എടുത്ത് മാറ്റി വയ്ക്കട്ടെ, ഇനി തുണി പറിക്കാം. വാവ്, ഓ മോനെ, ഇത് കിടിലം കേട്ടാ. ഇത് മറ്റേതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതാണ് കേട്ടോ. വെയിറ്റിൽ തന്നെ ആ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്, നല്ല പൊക്കമുണ്ട്. വാവോ ഇവിടെ ഇരി എൻ്റെ മോനെ, നീ ഇങ്ങോട്ട് വാടാ. ഇതിൽ ടെക്സ്ചറിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഇത് കാണാൻ പറ്റും. ഇത് നല്ല ഗ്ലോസി ഫിനിഷാണ്, ഗ്ലോസി. ഇത് മാറ്റ് കേട്ടോ, ഇത് മാറ്റ് വരും. ഇത് നടുക്കുന്നൊരു വര, ഇത് നടുക്കുന്ന 3 വര. സ്റ്റാൻഡ് ഇരിക്കുന്നതുകൊണ്ടാണ് ഇതിന് പൊക്കം തോന്നുന്നത്. അല്ലടേ, അല്ല ഇത് അതിനെക്കാട്ടിയും വലുത് തന്നെ. അതായത് നോക്കി, ഇതിന് അത്യാവശ്യം നല്ല നീളമുണ്ട്.
ഇത് രണ്ടും വന്നിട്ട് ഡിജിറ്റൽ വെർഷനാണ്. ഞാൻ കൂടുതലും ഡിജിറ്റൽ വെർഷനാണ് പ്രിഫർ ചെയ്യുന്നത്. PS5 പ്രോനെ സംബന്ധിച്ച് അത് ഒരു ഇഷ്യൂ അല്ല കേട്ടോ. ഇതിൽ നമുക്ക് എക്സ്റ്റേണൽ ഡ്രൈവ് മേടിച്ച് താണ്ട ഈ പ്ലേറ്റ് ഇവിടുന്ന് മറ്റോ കണ്ട് ഇളക്കാൻ പറ്റും. ഇളക്കിയിട്ട് അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് ഇട്ടും ഉപയോഗിക്കാം, ഡിസ്ക് ഇല്ലാതെയും ഉപയോഗിക്കാൻ പറ്റുന്ന. ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ കുട്ടി മോനാന്ന് തോന്നുന്നു, ഇവൻ അച്ഛൻ തന്തപ്പടിയാന്ന് തോന്നുന്നു. പിന്നെ ബാക്കിൽ വരുമ്പോൾ പോർട്ടുകളെന്ന് പറയുമ്പോഴത്തേനും വേറെ വ്യത്യാസമൊന്നുമില്ല. HDMI മോണിറ്ററിലോ TV-ലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നെറ്റ് കണക്ട് ചെയ്യാനുള്ള പോർട്ടുകൾ നമുക്ക് ഈ പറഞ്ഞ കണക്ക് 2 USB പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. ഒരു പവർ കൊടുക്കാനുള്ള ഒരു സ്ഥലം. ഈസി ലുക്ക രണ്ടെണ്ണത്തിന് സൂപ്പർ. സോ ഇനി നമ്മൾ PS5ഉം PS5 പ്രോയും തമ്മിലുള്ള ആക്ച്വൽ ഡിഫറൻസ് ആണ് നോക്കാൻ പോകുന്നത്. PS5 വന്നിട്ട് 10.28 ടെറാഫ്ലോപ്സ് GPU പവർ ആണുള്ളത്. PS5 പ്രോയിൽ 16.7 ടെറാഫ്ലോപ്സ്, അതായത് 45% കൂടുതൽ GPU പവർ. ഞാൻ റീസെന്റ് എക്സ്ബോക്സിനെ പറ്റി പറയുന്ന ഒരു വീഡിയോയിൽ ടെറാഫ്ലോപ്സ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആ എക്സ്ബോക്സിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺ പേപ്പർ PS5-നെക്കാട്ടിയും പവർഫുൾ ആണ് എക്സ്ബോക്സ് എന്നത്. കാരണം എക്സ്ബോക്സിൽ 12 ടെറാഫ്ലോപ്സ് ആണുള്ളത്, PS5-നാണെങ്കിൽ 10.28. എന്നാൽ ഈ പറയുന്ന PS5 പ്രോയിന് 16.7 ടെറാഫ്ലോപ്സ് GPU പവർ ആണുള്ളത്. ഒരു സെക്കൻഡിൽ മെഷീൻ എത്രമാത്രം കാൽക്കുലേഷൻ ചെയ്യുന്നു എന്നുള്ളതിന്റെ മെഷറാണ് ഈ പറയുന്ന ടെറാഫ്ലോപ്സ് എന്നുള്ളത്. കൂടുതൽ ടെറാഫ്ലോപ്സ്, കൂടുതൽ GPU പവർ, അതാണ് അതിന്റെ ഒരു കണക്ക്. കറന്റ് കൺസോൾ കാറ്റഗറിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ്. ഈ നവംബറിൽ GTA 6 ഇറങ്ങുമ്പോഴത്തേന് അത് ഏറ്റവും ടോപ്പ് ലെവലിലെ ക്വാളിറ്റി ഈ പറയുന്ന സാധനത്തിൽ നിന്നായിരിക്കും കിട്ടാൻ പോകുന്നത്. സോ ഞാൻ അങ്ങനെ പറയുമ്പോഴത്തേന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, ഇനിയിപ്പോൾ GTA 6 ഇറങ്ങുമ്പോഴത്തേന് പ്രോ മേടിച്ചാലേ കാര്യമുള്ള, പ്രോയിൽ മാത്രമേ നല്ല എക്സ്ട്രീം ക്വാളിറ്റി കിട്ടുള്ളൂ. ഒരിക്കലും അല്ല. കാരണം റോക്ക് സ്റ്റാർ ഒഫീഷ്യലി അത് പറഞ്ഞിട്ടുള്ള കേസാണ്. PS5-ലേക്ക് വേണ്ടിയിട്ടാണ് ആ ഗെയിം സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു മാസീവ് ജമ്പൊന്നും ആയിരിക്കത്തില്ല. നോർമൽ PS5 പ്രോയിലോട്ട് GTA 6 ഇട്ട് കളിക്കും. PS5 തന്നെ നമുക്ക് GTA 6 കളിക്കാൻ ഇനഫ് ആയിരിക്കും. അതുപോലെ തന്നെ PS5 പ്രോയിൽ വന്നിട്ട് PSSR എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. PlayStation സ്പെക്ട്രൽ സൂപ്പർ റെസല്യൂഷൻ AI ഉപയോഗിച്ച് ഗ്രാഫിക്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ പറയുന്ന PSSR. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിംസിലെ ഓരോ ഫ്രെയിംസും ഈ ടെക്നോളജി യൂസ് ചെയ്ത് ക്വാളിറ്റി കൂട്ടി അപ്സ്കെയിൽ ചെയ്ത് കൊണ്ടുതരും. അതുപോലെ തന്നെ റേ ട്രേസിംഗ് PS5-നെ അപേക്ഷിച്ച് PS5 പ്രോയിൽ ഡബിൾ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. റേ ട്രേസിംഗ് എന്ന് പറഞ്ഞാൽ ലൈറ്റ്, ഷാഡോ, റിഫ്ലക്ഷൻസ് അതൊക്കെ കുറച്ചും കൂടെ റിയാലിസ്റ്റിക് ആയിട്ട് ഇതിനകത്ത് കിട്ടും. അപ്സ്കെയിൽ ഈ പറഞ്ഞ PSSR-ന്റെ ഒരു പരിപാടി ഞാൻ പറഞ്ഞില്ലേ, ഈ സെയിം ടെക്നോളജി തന്നെ NVIDIA-യുടെ DLSS ഉണ്ട്. അതിന്റെ ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങി വന്നത് ഇല്ലാമാക്കുന്ന ഗെയിമുകളൊക്കെ ചുമ്മാ അപ്സ്കെയിൽ ചെയ്ത് ഒരുമാതിരി ക്യാരക്ടറിനെ പോലും കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത ലെവലിന് ഗെയിമൊക്കെ ഇവന്മാര് കുളമാക്കുവാണ്. അത് ലോകം മൊത്തം എല്ലാവരും ഇട്ട് ട്രോളി കൊല്ലുക അവരെ. പക്ഷെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും ഇതിനകത്ത് വന്നിട്ടില്ല. ഇതിൽ കുറെ നാളായി ഈ സംഭവം വന്നിട്ട്. അവർ ആ ടെക്നോളജി അവർ സ്റ്റഡി ചെയ്യുന്നതേ ഉള്ളൂ. അപ്ഡേഷൻ വഴി അവർ അത് ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഈ പറയുന്ന പരിപാടി ടെക്നോളജി വൈസ് ഈ പറയുന്ന ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ഗെയിമിൽ PS5 പ്രോയിൽ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഓരോ ഗെയിമുകൾ ഇനിയിപ്പോൾ പുതുതായിട്ട് വരുമ്പോൾ അതിൽ ആ എൻഹാൻസ്മെന്റ് അപ്ഡേഷൻ വഴി ഇവർ തന്നു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ മെഷീൻ വൈസ് അത് ക്യാപ്പബിൾ ആണെന്നുള്ളതാണ്. സോ ഇനി ഇത് ഓർത്താണോ എന്നുള്ളത് നോക്കാം. ഫ്ലിപ്കാർട്ടിൽ PS5 നോർമലിന് വന്നിട്ട് 50K ആണ് ഇതിന്റെ വന്നിട്ട് പ്രൈസ് കിടക്കുന്നത്. അത് ഇൻക്രീസ് ആവും. റീസെന്റ് അമേരിക്കയിലൊക്കെ ഈ പറയുന്ന സാധനത്തിന് നല്ല രീതിക്ക് പ്രൈസ് കൂടിയിട്ടുണ്ട്. ഇന്ത്യയിലും അത് ഉടനെ ഉണ്ടായിരിക്കും. PS5 പ്രോ അൺഒഫീഷ്യൽ ആയിട്ട് ഈ പറയുന്ന വേറെ സെല്ലേഴ്സ് ഒക്കെ സെല്ല് ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന കണക്ക് 1 lakhന് മേലെയും 98, 95 ആ റേഞ്ചിനൊക്കെയാണ് വിൽക്കുന്നത്. ഒഫീഷ്യലായിട്ട് അവരത് കൊണ്ടുവരുമ്പോഴത്തേനും മേ ബി പ്രൈസ് കുറഞ്ഞേക്കാം. ഒരു കാഷ്വൽ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PS5 തന്നെ ഇനഫ് ആണ്. പറഞ്ഞ നേരിയ ഡിഫറൻസ് ഞാൻ ഈ പറഞ്ഞ കുറച്ച് എൻഹാൻസ്മെന്റ് പരിപാടി, അത് ഈ അപ്സ്കെയിലും കാര്യങ്ങളും ഒക്കെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയിം പ്ലേ ഒക്കെ കൺസിഡർ ചെയ്യാൻ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഗെയിം പ്ലേ ഉണ്ട്. എന്നാൽ പോലും നിങ്ങളുടെ ഒരു നോർമൽ ഹ്യൂമൻ വിഷ്വലിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി PS5 പ്രോയിലോട്ട് വരാം. നിങ്ങളിൽ ഒരു 4K TV ഉണ്ട്. ഇനി വരുന്ന ഒരു GTA 6 പോലുള്ള ഇനിയുള്ള അങ്ങനത്തെ ഗെയിമുകളൊക്കെ മാർക്കറ്റിൽ നിലവിൽ കളിക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PS5 പ്രോ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ PS5 പ്രോ എന്ന് പറയുമ്പോൾ ഒരു ഫ്യൂച്ചർ പ്രൂഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടെയാണ്. പൈസ ഇല്ലാത്തവരൊന്നും വലിയ കഷ്ടപ്പെട്ട് പ്രോയിലോട്ട് വേണ്ടി ഓടണ്ട. നോർമൽ തന്നെ എനഫാണ്. കുറച്ച് സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ ഒരുപാട് സന്തോഷം. കുറച്ച് കമന്റ്സ് ഒക്കെ ആണെങ്കിൽ പോലും അതൊക്കെ കാണുമ്പോൾ ഒരുപാട് അധികം സന്തോഷമുണ്ട്. കൂടുതലും കുറച്ചും കൂടെ ഒക്കെ മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനമാണ്.